ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയെ ഓർത്ത് അഭിമാനമാണ്. പുതിയ സാങ്കേതിക വിദ്യകളുടെ കടന്നുവരവിന് അനുസരിച്ച് കാലികമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. അത്തരത്തിൽ നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമായി മാറുന്ന C-295 വിമാനത്തെ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മുടെ എയർക്രാഫ്റ്റ് ടെക് മലയാളം ഫാമിലിയിൽ ഇപ്പോൾ 50,000-ന് പുറത്ത് ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ട്. വിമാനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുടെ ശ്രമഫലമായി പിറവിയെടുത്ത ചാനലാണിത്. നിങ്ങൾ നൽകി വരുന്ന സപ്പോർട്ടും ഈ സ്നേഹവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സന്ദർശിക്കുക. ഞങ്ങളുടെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ളതാണെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ദയവായി ഒന്ന് പരിഗണിക്കുക. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ വിമാനത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, 56 വിമാനങ്ങളാണ് നമ്മുടെ സൈന്യത്തിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 16 വിമാനങ്ങൾ സ്പെയിനിലുള്ള C-295ൻ്റെ ഫൈനൽ അസംബ്ലി നടക്കുന്ന ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. എന്നാൽ 17ാമത്തെ വിമാനം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള വിമാനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെ ആയിരിക്കും. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ എല്ലാം അഭിമാനമായ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇവയെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. നമുക്കെന്തായാലും ഈ വിമാനത്തിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. കൺസ്ട്രക്ഷ്യോണസ് എയറോനോട്ടിക്ക SA അഥവാ CASA എന്ന വിമാന കമ്പനി 1920കളിലാണ് സ്ഥാപിതമാകുന്നത്. സൈനിക വിമാനങ്ങളായിരുന്നു ഇവർ പ്രധാനമായും നിർമ്മിച്ചിരുന്നത്. 1970കളായപ്പോഴേക്കും കമ്പനി ഒരു പുതിയ വിമാനം നിർമ്മിക്കുവാനുള്ള ആലോചനകളും റിസർച്ചുകളും ആരംഭിച്ചു. മിലിറ്ററി ആവശ്യങ്ങൾക്കുള്ള വേരിയന്റുകൾക്ക് പുറമെ ആ വിമാന ഡിസൈനെ ബേസ് ചെയ്ത് ഒരു സിവിലിയൻ വെർഷൻ, അതായത് റീജിയണൽ എയർലൈനർ കൂടെ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളും അവർ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലൊരു വിമാനം നിർമ്മിക്കുവാനുള്ള റിസോഴ്സസോ ഇൻഫ്രാസ്ട്രക്ചറുകളോ അവർക്കുണ്ടായിരുന്നില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ ഈ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുവാൻ ഒരു പാർട്ട്ണർ അത്യന്താപേക്ഷിതമായിരുന്നു. അതിനായി അവർ ഇന്തോനേഷ്യയിലുള്ള IPTN എന്ന കമ്പനിയെ സമീപിച്ചു. ആ സമയത്ത് IPTN എന്ന കമ്പനിക്ക് C-212 ഏവിയോ കാർ എന്ന വിമാനം നിർമ്മിക്കുവാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. അവരും മറ്റൊരു വിമാനം നിർമ്മിച്ചു തുടങ്ങേണ്ട സമയമായി എന്ന ചിന്തയിലായിരുന്നു. പിന്നീട് നടന്ന ചർച്ചകൾക്കൊടുവിൽ കാസയും IPTNും ചേർന്ന് 1979 എയർടെക് ഇന്റർനാഷണൽ എന്ന ഒരു ജോയിന്റ് വെഞ്ചർ രൂപീകരിച്ചു. 1980ലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന വിമാനത്തിന്റെ ആദ്യ വേരിയന്റായ CN-235ന്റെ പ്രോട്ടോടൈപ്പ് പുറത്തു വരുന്നത്. വിമാനം പരീക്ഷണ പറക്കലുകൾക്ക് തയ്യാറായി കഴിഞ്ഞ ശേഷം 1981 പാരീസ് എയർ ഷോയിൽ വെച്ച് അവർ തങ്ങളുടെ പുതിയ വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു. ലൈറ്റ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് കാറ്റഗറിയിൽ ജന്മം കൊണ്ട ആദ്യ വിമാനത്തിന് 21.4 മീറ്റർ നീളവും 25.8 മീറ്റർ വിങ് സ്പാനും ഉണ്ടായിരുന്നു. വിങ് സ്പാൻ എന്ന് വെച്ചാൽ ചിറകിന്റെ ഒരു വശം തൊട്ട് എതിർവശം വരെയുള്ള നീളം. 8.2 മീറ്റർ ഹൈറ്റ് ഉണ്ടായിരുന്ന വിമാനം ATR-42 പോലുള്ള വിമാനങ്ങളുമായിട്ട് വളരെയേറെ സാമ്യമുള്ളവയായിരുന്നു. റൺവേ ഇല്ലാത്ത ചെറിയ എയർ സ്ട്രിപ്പുകളിൽ നിന്നും ലാൻഡിങ്ങും ടേക്ക് ഓഫും, അതായത് ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് അഥവാ സ്റ്റോൾ എന്ന കാറ്റഗറിയിൽ വരുന്ന വിമാനമായതിനാൽ അത് സാധ്യമാക്കുവാൻ വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത റീഇൻഫോഴ്സ്ഡ് ലാൻഡിംഗ് ഗിയറുകൾ ഇവയുടെ എടുത്തു പറയേണ്ട സവിശേഷതയായിരുന്നു. ആദ്യ വിമാനത്തിൽ മുൻവശത്ത് ഒരു സിംഗിൾ വീലുള്ള സ്വിവൽ ലെഗാണ് അവർ കൊടുത്തിരുന്നത്. മെയിൻ ലാൻഡിംഗ് ഗിയറുകൾ ഒന്നിനു പുറകെ ഒന്ന് എന്ന രീതിയിൽ മൊത്തം 4 വീലുകൾ ഉണ്ടായിരുന്നു. ഫ്യൂസലേജിന്റെ ലോവർ പാർട്ടിലുള്ള ഫെയറിംഗ് തുറന്നു കഴിഞ്ഞാൽ അവയെ ഈസിയായി ആക്സസ് ചെയ്യുവാൻ കഴിയും. പൂർണ്ണമായി റിട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും മെയിൻ ലാൻഡിംഗ് ഗിയർ വീലുകളുടെ കുറച്ച് ഭാഗം പുറത്തു കാണാൻ പറ്റും. ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലിയർ വല്ലതും വരികയാണെങ്കിൽ മാനുവൽ എക്സ്റ്റൻഷൻ എളുപ്പമാക്കുവാനും, അത് നടന്നില്ലെങ്കിൽ ബെല്ലി ലാൻഡിംഗ് ആണ് അടുത്ത ഓപ്ഷൻ. അങ്ങനെയുള്ള ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഈ ഡിസൈൻ ഉപകാരപ്പെടും. ആ വിമാനത്തിൻ്റെ ടെയിൽ സെക്ഷൻ കുറച്ച് ചരിച്ച് ഉയർന്ന അവസ്ഥയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുറകിലായിട്ട് ഒരു റാമ്പും കൊടുത്തിട്ടുണ്ട്. ഈ റാമ്പ് ഫ്ലൈയിങ്ങിലും ഓപ്പൺ ചെയ്യാൻ കഴിയും. മിലിറ്ററി ആവശ്യങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ എന്ന് എടുത്തു പറയേണ്ടതായിട്ട് വരും. ആദ്യം ഡെവലപ്പ് ചെയ്ത മോഡൽ വിമാനത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന എഞ്ചിനുകൾ 4 ബ്ലേഡുകളോട് കൂടിയ ജനറൽ ഇലക്ട്രിക്കിൻ്റെ CT7 ടർബോപ്രോപ്പ് എഞ്ചിനുകളായിരുന്നു. ടേക്ക് ഓഫ് സമയത്ത് 1750 ഷാഫ്റ്റ് ഹോഴ്സ് പവർ ഈ എഞ്ചിനുകൾ ജനറേറ്റ് ചെയ്തിരുന്നു.
ആ വിമാനത്തിൻ്റെ ക്രൂയിസിംഗ് സ്പീഡ് 248 നോട്ട്സ്, അതായത് 450 km/h ആയിരുന്നു. 25,000 അടി, അതായത് ഏകദേശം 7.6 കിലോമീറ്റർ ആയിരുന്നു ഇവയുടെ ക്രൂയിസിംഗ് ആൾട്ടിറ്റ്യൂഡ്. 4,355 കിലോമീറ്റർ അഥവാ 2,350 നോട്ടിക്കൽ മൈലായിരുന്നു ആ വിമാനത്തിൻ്റെ റേഞ്ച്. ഒരുപാട് ടെസ്റ്റിങ്ങുകൾക്കും മോഡിഫിക്കേഷനുകൾക്കും ശേഷം 1987 മുതൽ ലോകത്തിൻ്റെ പല കോണുകളിലുമുള്ള കസ്റ്റമേഴ്സിന് CN-235 വിമാനം അവർ സപ്ലൈ ചെയ്തു തുടങ്ങിയിരുന്നു. അന്ന് ആ വിമാനം ഒരു റെവല്യൂഷൻ തന്നെയായിരുന്നു. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവയ്ക്ക് വില വളരെ കുറവായിരുന്നു. വിമാനം പെട്ടെന്ന് തന്നെ പല രാജ്യങ്ങളുടെയും മിലിറ്ററി വിഭാഗങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. പിന്നീട് അങ്ങോട്ട് ധാരാളം വേരിയൻറ്റുകൾ ഈ ഡിസൈനുകളിൽ നിന്നും ജന്മം കൊണ്ടു. ടർക്കിഷ് സൈന്യമായിരുന്നു ഇവയെ കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. 1990-കളായപ്പോഴേക്കും ഈ വിമാന നിർമ്മാതാക്കളുടെ പാർട്ട്ണർഷിപ്പിൽ കുറച്ചേറെ വ്യത്യാസങ്ങൾ വന്നു. ഇന്തോനേഷ്യൻ കമ്പനിയായിരുന്ന IPTN റീഓർഗനൈസ് ചെയ്യപ്പെടുകയും ഇന്തോനേഷ്യൻ എയറോസ്പേസ് എന്ന് പുനർനാമകരണപ്പെടുകയും ചെയ്തു. അതുപോലെ CASA എയർബസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. അങ്ങനെ ഈ വിമാനം ഇന്തോനേഷ്യയിലും സ്പെയിനിലും നിർമ്മിക്കപ്പെടുവാൻ ആരംഭിച്ചു. ഇന്തോനേഷ്യ ഈ വിമാനത്തിൻ്റെ സിവിലിയൻ വെർഷനിലാണ് അധികം കോൺസെൻട്രേറ്റ് ചെയ്തത്. N-250 എന്ന വിമാനം അങ്ങനെ ജന്മം കൊണ്ടു. പക്ഷേ 2010 ആയപ്പോഴേക്കും സാമ്പത്തിക മാന്ദ്യമൊക്കെ അവരുടെ ബിസിനസ്സിനെയും മാർക്കറ്റിങ്ങിനെയും നന്നായി ബാധിച്ചപ്പോൾ ഈ മോഡൽ വിമാനങ്ങളുടെ പ്രൊഡക്ഷൻ അവർ അവസാനിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഇന്തോനേഷ്യൻ എയറോസ്പേസ് വീണ്ടും ഇവയുടെ 50 സീറ്റർ വേരിയൻ്റായ N-245ഉം 70 സീറ്റർ വേരിയൻ്റായ N-270യും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവയുടെ എല്ലാം ബേസിക് ഡിസൈൻ സെയിം ആയതിനാൽ ഭാവിയിൽ ഇന്തോനേഷ്യൻ എയറോസ്പേസുമായി കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഇവയുടെ സിവിലിയൻ വെർഷൻ ATR വിമാനങ്ങളോട് കിടപിടിക്കുന്ന ഇന്ത്യൻ നിർമ്മിത റീജിയണൽ ടർബോപ്രോപ്പ് വിമാനങ്ങൾ ടാറ്റ നിർമ്മിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്കും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുവാൻ പാകത്തിന് മാസ് പ്രൊഡക്ഷനും തുടങ്ങിയാൽ അത് ഇന്ത്യയിൽ ധാരാളം തൊഴിലവസരങ്ങൾക്കും കാരണമാകും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇന്തോനേഷ്യയിലെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ക്വാണ്ടിറ്റിയിൽ ഈ മോഡൽ വിമാനങ്ങൾ നിർമ്മിക്കപ്പെട്ടത് സ്പെയിനിലായിരുന്നു. എയർബസ് ഈ പ്രോജക്റ്റിലേക്ക് കടന്നു വന്നപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് സ്റ്റഡി നടത്തി കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ വിമാനത്തിൽ കൊണ്ടുവന്നു. 1996 മുതൽ തന്നെ C-235 എന്ന മോഡലിൽ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ വീഡിയോയിലെ കേന്ദ്ര കഥാപാത്രമായ C-295ൻ്റെ ഡെവലപ്മെൻറ്റ് സ്പെയിനിൽ കാസയും എയർബസും ആരംഭിച്ചിരുന്നു. ഏറ്റവും വലിയ ചേഞ്ച് അതിൻ്റെ ഫ്യൂസലേജ് തന്നെയായിരുന്നു. അവർ അതിന് 3 മീറ്റർ നീളം വർദ്ധിപ്പിച്ചു. മാക്സിമം ടേക്ക് ഓഫ് വെയ്റ്റ് 21 ടണ്ണായി. അതിൽ തന്നെ ഓവർലോഡ് ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ 2 ടണ്ണും കൂടെ എക്സ്ട്രാ കൊണ്ടുപോകാൻ കഴിയും. കാർഗോ കമ്പാർട്ട്മെൻറ്റിൻ്റെ വലിപ്പം പഴയ മോഡലിനേക്കാളും കൂടിയപ്പോൾ സ്വാഭാവികമായും 9.2 ടൺ കാർഗോ കൊണ്ടുപോകുവാൻ പാകത്തിലായി. ഭാരം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ച് ലാൻഡിംഗ് ഗിയറുകളും റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. പഴയ സിംഗിൾ വീൽ കോൺഫിഗറേഷന് പകരം നോസ് ലാൻഡിംഗ് ഗിയറിൽ 2 വീലുകൾ വന്നു. എഞ്ചിനുകളും അവർ മാറ്റി. 4 ബ്ലേഡ് പ്രൊപ്പല്ലറുകൾക്ക് പകരം 6 ബ്ലേഡ് പ്രൊപ്പല്ലറുകൾ ഉള്ളതും ATR വിമാനങ്ങളിൽ കണ്ടുവരുന്നതുമായ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ 127M എന്ന മോഡൽ ടർബോപ്രോപ്പ് എഞ്ചിൻ്റെ തന്നെ ഒരു വെർഷനായ 127G ഇവയുടെ ചിറകുകളിൽ സ്ഥാനം പിടിച്ചു. പവറും കൂടി. ഈ എഞ്ചിനുകൾ 2644 ഷാഫ്റ്റ് ഹോഴ്സ് പവറാണ് ജനറേറ്റ് ചെയ്യുന്നത്. പൈലറ്റുമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നൂതനമായ കോക്പിറ്റ് ഡിസൈൻ. ഇവിടെ പഴയ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം മാറി പുതിയ ഡിജിറ്റൽ ഡിസ്പ്ലേകൾ സ്ഥാനം പിടിച്ചു. ഈ വിമാനത്തിൻ്റെ മിലിറ്ററി വെർഷനിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന കാസയും എയർബസും കാര്യങ്ങൾ കുറെ കൂടെ ഫ്ലെക്സിബിളാക്കി. പിന്നീട് അങ്ങോട്ട് പല വെർഷനുകളും അവർ നിർമ്മിച്ചു. ഇന്ധനക്ഷമത ഒരു വലിയ ഫാക്ടറാണല്ലോ. C-295W എന്ന വെർഷനിൽ അവർ വിംഗ്ലെറ്റുകളും പിടിപ്പിച്ചു. അതുവഴി ഇന്ധനക്ഷമതയും കൂടി.
എന്തുകൊണ്ട് ഈ വിമാനം ഇന്ത്യ തിരഞ്ഞെടുത്തു? ഇത്രയും സമയം ഈ വീഡിയോ കണ്ടപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കാം. എന്നാൽ ഈ വിമാനത്തിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് ശരിക്കും കാണിച്ചു തരേണ്ട ഉത്തരവാദിത്തം ഒരു ഏവിയേഷൻ യൂട്യൂബ് ചാനൽ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട്. നമുക്കിനി ഒരു വ്യക്തിയെ പരിചയപ്പെടാം. ക്യാപ്റ്റൻ ഇമ്മാനുവൽ അനാസിസ്. അദ്ദേഹം ഒരു പൈലറ്റാണ്. DAC ഏവിയേഷൻ ഇൻ്റർനാഷണൽ എന്ന പേരിൽ സ്വന്തമായി ഒരു വിമാന കമ്പനിയുണ്ട്. 21,000 മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള 34 വർഷമായി വിമാനം പറത്തുന്ന ഒരു പൈലറ്റ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഫ്ലൈയിങ്ങുകളാണ് അദ്ദേഹം നടത്തുന്നത്. അതിനായി അദ്ദേഹത്തിൻ്റെ പക്കൽ ഇപ്പോഴുള്ള വിമാനം ഒരു C-295 ആണ്. സ്വന്തം വിമാനമല്ല, ലീസിനെടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനമാണ്. അദ്ദേഹം ഇന്ന് തൻ്റെ C-295 വിമാനവുമായി ഒരു മിഷൻ്റെ ഭാഗമായുള്ള യാത്രയിലാണ്. ഒരു പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണ്. അടുത്തിടെ അവിടെ ഉണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ ആ പ്രദേശത്തെ റോഡ് മാർഗം പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങളെല്ലാം തകർന്നുപോയി. തീർത്തും ഒറ്റപ്പെട്ടുപോയ അവിടുത്തെ ജനങ്ങൾക്ക് ആഹാരമില്ലാതെ ദിവസങ്ങളോളം തള്ളി നീക്കേണ്ടതായിട്ട് വന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കുറച്ച് സംഘടനകളും കൂട്ടായ്മകളും സഹായഹസ്തവുമായി എത്തിയെങ്കിലും വിമാനമാർഗമല്ലാതെ അവർക്കുള്ള ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക ബുദ്ധിമുട്ടായിരുന്നു. ഹെലികോപ്റ്ററുകൾ ഈ മിഷനു വേണ്ടി ഉപയോഗിച്ചാൽ അവയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന കാർഗോയുടെ അളവിൽ വലിയ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൂടാതെ വളരെ എക്സ്പെൻസീവുമാണ്. അതുമല്ല, നല്ല സമയവും എടുക്കും. ഒരു റൺവേ പോലും ഇല്ലാത്ത ആ പ്രദേശത്ത് അങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ അവരൊരു എയർ സ്ട്രിപ്പ് നിർമ്മിച്ചു. മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ. വിശപ്പ് എന്താണെന്ന് ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർക്ക് ആ ജനങ്ങളുടെ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുവാൻ കഴിയില്ല. റിസ്കുകൾ ഒരുപാടുള്ള ആ മിഷൻ തൻ്റെ C-295 വിമാനം ഉപയോഗിച്ച് ക്യാപ്റ്റൻ ഇമ്മാനുവൽ ഇപ്പോഴും ഏറ്റെടുത്ത് ചെയ്യുന്നു. ആ പ്രദേശത്തുള്ളവരുടെ നന്ദിയോടുകൂടിയുള്ള ആ ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അത് തന്നെയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വിമാനത്തിനും ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഇതുപോലെ ധാരാളം റോളുകളിൽ ഈ വിമാനത്തിൻ്റെ പല വേരിയൻസും ലോകത്തിൻ്റെ പല മിലിറ്ററികളുടെയും ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഈ വിമാനങ്ങളുടെ കടന്നുവരവും അവ നൽകുവാൻ പോകുന്ന സേവനങ്ങളും സുവർണ്ണ ലിപികളാൽ എഴുതപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റുകൾ ചെയ്യുവാനും മറക്കരുത്. സേഫ് ഫ്ലൈയിങ് ആൻഡ് ഹാപ്പി ലാൻഡിങ്സ് ടു യു. ബൈ.